ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഏതു പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്? ഉത്തരം: അധിക നികുതി. അധിക നികുതി എന്ന പേരിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ച നഗരസഭ ഏത്? ഉത്തരം: കൊട്ടാരക്കര നഗരസഭ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ. അടുത്തിടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം: സി രാധാകൃഷ്ണൻ. 2024 ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം: 75ാമത് വാർഷികം. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത് 1950 ഏപ്രിൽ 1-നാണ്. തെക്കൻ കേരളത്തിലെ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം. ഉത്തരം: കള്ളക്കടൽ പ്രതിഭാസം. 2024 ഏപ്രിലിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ഏത്? ഉത്തരം: ജർമ്മനി. 2024 ഏപ്രിലിൽ 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ വ്യക്തി ആര്? ഉത്തരം: മനോജ് പാണ്ഡെ. 16ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാക്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഉത്തരം: അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനാണ് ചൈന സാക്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി വനിത ആര്? ഉത്തരം: ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവലാണ് ഡോക്ടർ വൃന്ദ വർമ്മ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത്. ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ചത്? ഉത്തരം: അരിസോണ. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ഉത്തരം: തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലാണ് വർക്കലയിൽ നടക്കുന്നത്. 2024 ഏപ്രിലിൽ അന്തരിച്ച പി രവിയച്ചൻ ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം: ക്രിക്കറ്റ്. ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ്. അടുത്തിടെ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റിനു നൽകിയ പേര്? ഉത്തരം: ഗമാനെ. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം: ഇസ്രയേൽ. ലോക ആരോഗ്യ ദിനം എന്നാണ്? ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ഉത്തരം: ഏപ്രിൽ 7. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം: എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. 2023 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം എന്നതായിരുന്നു. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7-നാണ്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക ആരോഗ്യ ദിനമായി ഏപ്രിൽ 7 ആഘോഷിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം? ഉത്തരം: BBC. നീല സൂപ്പർജയന്റ് നക്ഷത്രങ്ങളുടെ ഉദ്ഭവം നക്ഷത്രങ്ങളുടെ പരസ്പര ലയനത്തിലൂടെയാണെന്ന് കണ്ടെത്തിയ സംഘത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ആര്? ഉത്തരം: ഡോക്ടർ ആതിര മേനോൻ. GI ടാഗ് ലഭിച്ച കത്തിയഗഹു എന്ന ഗോതമ്പിനം ഏതു സംസ്ഥാനത്തിലാണ്? GI ടാഗ് ലഭിച്ച കത്തിയഗഹു എന്ന ഗോതമ്പിനം ഏതു സംസ്ഥാനത്തിലേതാണ്? ഉത്തരം: ഉത്തർപ്രദേശ്. അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ഏത്? അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനം?
ഉത്തരം ഹിൽ ഇന്ത്യ ലിമിറ്റഡ്. കീടനാശിനി നിർമ്മിക്കാനായി 1958 ഏലൂരിൽ തുടങ്ങിയ ഹിൽ ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചു. DDT, എൻഡോസൾഫാൻ തുടങ്ങിയ കീടനാശിനികളാണ് അവിടെ നിർമ്മിച്ചിരുന്നത്. ലോകത്തെ അതിസമ്പന്നരുടെ ഫോബസ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത ആര്? ലോകത്തെ അതിസമ്പന്നരുടെ ഫോബസ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത. ഉത്തരം സാറ ജോർജ് മുത്തൂറ്റ്. ഈ പട്ടികയിലെ 12 മലയാളികളിൽ ഒന്നാമത് MA യൂസഫലി, ലുലു ഗ്രൂപ്പ്. ഹോക്കി ഇന്ത്യ അവാർഡ് 2023 പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായ കായിക താരം. ഉത്തരം ഹാർദിക് സിംഗ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. നാറ്റോ രൂപീകരണത്തിന്റെ എത്രാമത് വാർഷികമാണ് 2024 ഏപ്രിലിൽ ആഘോഷിച്ചത്? ഉത്തരം 75ാമത് വാർഷികം. US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോ രൂപീകരിച്ചത് 1949 ഏപ്രിൽ 4-നാണ്. കച്ചത്തീവ് ദ്വീപ് ഏതു രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലെ ഒരു ചെറു ദ്വീപാണ് കച്ചത്തീവ് ദ്വീപ്. തമിഴ് ഭാഷയിൽ തുരിശ് ദ്വീപ് എന്നാണ് കച്ചത്തീവ് എന്നതിൻ്റെ അർത്ഥം. 2024 ഏപ്രിലിൽ ബ്രിട്ടനിൽ നാശം വിതച്ച കൊടുങ്കാറ്റിൻ്റെ പേര്? ഉത്തരം കാതലീൻ. കാതലീൻ കൊടുങ്കാറ്റ്. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് എന്നാണ്? 2024 ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്? ഉത്തരം 2024 ഏപ്രിൽ 8-ന്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം സംവിധായകൻ ബ്ലസി. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ബ്ലസി എഴുതിയ പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ. ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ. കയാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമായ ബിൽക്കീസ് മിർ ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു? ഉത്തരം സമം. ഞാറ്റ്യാല ശ്രീധരൻ തയ്യാറാക്കിയ പ്രശസ്തമായ ചതുർദ്രാവിഡ ഭാഷാ നിഘണ്ടുവിൻ്റെ ഓൺലൈൻ പതിപ്പായാണ് സമം എന്ന ദ്രാവിഡ നിഘണ്ടു ഒരുക്കിയത്. റിസർവ് ബാങ്കിൻ്റെ 90ാമത് വാർഷികത്തിൻ്റെ സ്മാരകമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? ഉത്തരം 90 രൂപയുടെ നാണയം. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഉത്തരം വീട്ടുമുറ്റത്തെ വിദ്യാലയം. 75 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരെന്താണ്? ഉത്തരം മുഗി. മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏത്? ഉത്തരം സിയറ ലിയോണ. പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായുള്ള പദ്ധതിയുടെ പേര്? പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായുള്ള പദ്ധതിയാണ് ഹാറ്റ്സ്. ഉത്തരം ഹാറ്റ്സ്. 2024 ഏപ്രിലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസമാണ്? ഉത്തരം ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസമാണ് ദോസ്തി 16. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം പീറ്റർ ഹിഗ്സ്. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആരാണ്? നിലവിൽ
മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ? ഉത്തരം കെ. ബൈജുനാഥ്. ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം? ഉത്തരം കേരളവും തമിഴ്നാടും. കേരളവും തമിഴ്നാടും ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം ഏത്? ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം? ഉത്തരം ആടുജീവിതം. കേരള സർവകലാശാല ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ പടുതാപേട്ട് ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്.